ക്രിസ്തുമസ് രാവുകളെ ആഘോഷമാക്കി പുല്ലുവഴി ജ്യോതിദർശന കൗൺസിലിംഗ് സെന്റർ. ഇവിടെ നടന്ന മെഗാ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. കേക്ക് മുറിച്ചും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചുമായിരുന്നു ആഘോഷം. പ്രായഭേദമന്യേ അനേകങ്ങൾക്ക് കൗൺസിലിംഗിലൂടെ ജീവിത വഴി കാണിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് പുല്ലുവഴി ജ്യോതിദർശന കൗൺസിലിംഗ് സെന്റർ. കൗൺസിലിംഗിന് പുറമെ ഇവിടെ നടന്നുവരുന്ന കൗൺസിലിംഗ് കോഴ്സുകളും ശ്രദ്ധേയമാണ്. ജ്യോതിദർശനവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും പങ്കെടുത്ത ക്രിസ്മസ് മെഗാ സെലിബ്രേഷൻ ശ്രദ്ധേയമായി. ജ്യോതിദർശന കൗൺസിലിംഗ് സെന്ററിൻ്റെ ക്രിസ്മസ് ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഞാനും ജോസ് കരിയാമടാച്ചനും ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ ഒരു സെലിബ്രേഷൻ നടത്താൻ സാധിക്കുകയില്ല. ഇവിടെ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട്. അതിനകത്ത് 55 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് വിവിധ തരം പരിപാടികളോടുകൂടി, ക്രിസ്മസ് ഡിന്നറോടുകൂടി, കേക്ക് കട്ടിങ്ങോടുകൂടി, ഒരു മീറ്റിങ്ങോടുകൂടി ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ നടത്തുന്നത്. അതിന് ചീഫ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് പെരുമ്പാവൂർ പള്ളിയിലെ വികാരി അച്ഛനും അതുപോലെ തന്നെ മംഗലപ്പുഴ സെമിനാരി മോറൽ തിയോളജി ആൻഡ് സൈക്കോളജി പ്രൊഫസറുമായ ബഹുമാനപ്പെട്ട സണ്ണി കളപ്പുരയ്ക്കൽ അച്ഛനും അതുപോലെ ജ്യോതിദർശന ഇരിക്കുന്ന ഈ വാർഡിൽ നിന്ന് വിജയിച്ച കൗൺസിലർ ജെയ്സൺ കാവനമാലിയുമാണ്. അവരെ രണ്ടുപേരെയും ഞാൻ പ്രത്യേകവിധമായിട്ട് സ്വാഗതം ചെയ്യുകയും ബഹുമാനപ്പെട്ട സണ്ണി അച്ഛനെ ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. കേക്ക് മുറിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. പെരുമ്പാവൂർ സെന്റ് മേരീസ് പള്ളി വികാരിയും സെമിനാരി പ്രൊഫസറുമായ ഡോക്ടർ ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ജ്യോതിദർശന കൗൺസിലിംഗ് സെന്ററിൻ്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരുന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സ്നേഹം നിറഞ്ഞ ജിൽസൺ അച്ഛനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം 55ഓളം പേർ ഈ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിൽ പങ്കെടുക്കുന്നു. അവരുടെ എല്ലാവരുടെയും ഒന്നുചേർന്നുള്ള ആഘോഷത്തിൻ്റെ ദിവസമാണെന്ന്. ജീവിതത്തെ എങ്ങനെ സുഗമമായി, അർത്ഥപൂർണമായി, ആനന്ദകരമായി മുന്നോട്ട് നയിക്കാമെന്ന് വളരെ കാര്യഗൗരവത്തോടെ നടത്തുന്ന ഒരു കോഴ്സാണല്ലോ ഇവിടെ ജ്യോതിദർശനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൗൺസിലിംഗ് കോഴ്സ്. അയലിടവകളിൽ നിന്ന് ധാരാളം പേർ ഇവിടെ വന്ന് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യപൂർണമായ കാര്യമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ജിൽസൺ അച്ഛനെ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസായ വിവിധ തലങ്ങളിലുള്ളവരുടെ ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മ ക്രിസ്മസ് ഗ്യാതറിംഗ് ആണല്ലോ ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ അവസരത്തിൽ ജീവിതം സന്മനസ്സുള്ള ആക്കി മാറ്റാനായിട്ട്, സമാധാനപൂർണ്ണമാക്കി മാറ്റാനായിട്ട് തങ്ങൾ അഭ്യസിച്ചിരിക്കുന്ന കൗൺസിലിങ്ങിൻ്റെ വിവിധ തരത്തിലുള്ള തത്വങ്ങളും പ്രായോഗികമായ വശങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ആഘോഷം ഉചിതവും തീർച്ചയായിട്ടും ക്രിസ്മസിൻ്റെ സന്തോഷം പരസ്പരം പങ്കുവയ്ക്കുന്നതുമാണ്. സോണി എസ് ഒ ആൻഡ് പാർട്ടി അവതരിപ്പിച്ച കരോൾ ഗാനങ്ങൾ, സിസ്റ്റർ ഹെലൻ ആൻഡ് പാർട്ടി അവതരിപ്പിച്ച ആക്ഷൻ സോങ്, സിബി മേവീസ് ആൻഡ് പാർട്ടി അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസ് എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. സാന്റാക്ലോസായി വേഷമിട്ട് എത്തിയ അജീഷ് ജോസ് കാഴ്ചക്കാരുടെ മനം കവർന്നു. ജ്യോതിദർശന ഡയറക്ടർ ഡോക്ടർ ഫാദർ ജിൽസൺ ജോൺ അധ്യക്ഷത വഹിച്ചു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജെയ്സൺ കാവനമാലി, പരിപാടികളുടെ ഉദ്ഘാടകൻ ഡോക്ടർ ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. എ ഡി ലത ക്രിസ്മസ് സന്ദേശം നൽകി. ഫാദർ ജോസ് കരിയാമടം
സ്റ്റുഡൻസ് കൗൺസിലർ റാണി ജോഷി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ജോസ് മാപ്പിളമാട്ടിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ പുല്ലുവഴിയിൽ ആരംഭിച്ച ജ്യോതിദർശന കൗൺസിലിംഗ് സെൻറ്റർ ഇന്ന് ജിൽസൺ അച്ഛൻ്റെ നേതൃത്വത്തിൽ വളരെ അധികം ഭംഗിയായി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ഒരു വാക്ക് മാത്രം ഞാൻ ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ പള്ളിയിൽ വായിച്ച സുവിശേഷ ഭാഗം സ്നാപക യോഹന്നാൻ്റെ ദൗത്യമാണ്. എന്നേക്കാൾ വലിയവനാണ് എൻ്റെ പിന്നാലെ വരുന്നത്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അത്യുന്നതൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ലോകരക്ഷകൻ്റെ വരവനായി ഒരുങ്ങിയിരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും എല്ലാവിധ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ജ്യോതിദർശന കൗൺസിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകൾ നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം. VL സിജോ, CR പോളി, സിജു ടി പോൾ, വിനീത സിബി, അനീഷ് ബേബി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്രിസ്മസിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമ്മൾ ബാഹ്യമായ ആഘോഷങ്ങളിലാണ് മിക്കവാറുമൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ബാഹ്യമായ ആഘോഷങ്ങളുടെ ഇടയിൽ അതിൻ്റെ ഡിവൈൻ ഡിമെൻഷൻ, ദൈവികമായ ഒരു മാനമുണ്ട്. അത് ദൈവം ഇമ്മാനുവലായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു. അവിടുന്ന് നമ്മോടുകൂടി യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ആ സത്യം. ഒരിക്കലും ഒരാൾ പ്രാർത്ഥിക്കുകയുണ്ടായി, ദൈവമേ, ഡോണ്ട് വാക്ക് എഹെഡ് ഓഫ് മീ, ഐ മേ നോട്ട് ഫോളോ യു. ഡു നോട്ട് വാക്ക് ബിഹൈൻഡ് മീ, ഐ മേ നോട്ട് ലീഡ് യു. വാക്ക് ബൈ മൈ സൈഡ്. എൻ്റെ മുമ്പിൽ നടക്കരുത്, എൻ്റെ പിന്നിൽ നടക്കരുത്, എൻ്റെ സമീപത്ത് എന്നോടൊപ്പം നടക്കണമേ എന്ന്. യേശു നമ്മോടൊപ്പം നടക്കുന്നു. നമ്മുടെ കണ്ണീരൊപ്പിക്കൊണ്ട് സന്തത സഹചാരിയായി നമ്മോടൊപ്പം നടക്കുന്നു. ഈ യാഥാർത്ഥ്യം, ഈ തിരിച്ചറിവ്, ഈ വിശ്വാസം ആഴപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷം തുടരാം. താങ്ക് യു. ഗോഡ് ബ്ലസ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.